നീട്ടിക്കൊണ്ടുപോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ളവരെ, ആരാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ? ഇന്ന് രാത്രി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ 3ാമത്തെ രാത്രിയാണ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ആരാണ്? മഹാനായ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. അവിടുന്ന് അത്യാവശ്യത്തിന് മാത്രമേ അവിടുന്ന് ചിരിക്കാറുള്ളൂ, അത്യാവശ്യത്തിന് മാത്രമേ അവിടുന്ന് കരയാറുള്ളൂ. മാത്രമല്ല, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് മിസ്കീനിനെ അവിടുന്ന് സഹായിച്ചിട്ടുണ്ട്, യതീമിനെ അവിടുന്ന് സഹായിച്ചിട്ടുണ്ട്. ആ മക്കൾക്ക് അവിടുന്ന് രോഗം അവിടുന്ന് പിടിപെട്ടപ്പോ അവിടുന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് നോക്കാനായി അവിടുന്ന് ക്ഷണിച്ചു. ഞാനിതാ അവിടുന്ന് നോക്കുകയാണ്. ആ മക്കളുടെ രോഗം ശിഫയാകാൻ വേണ്ടി ഞാൻ നോക്കുകയാണ് എന്ന് മഹദി അവர்கள் അവിടുന്ന് ക്ഷണിച്ചു. അതാ മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ
അവിടുന്ന് ഇതാ സമ്മതം കൊടുത്തു. ഫാത്തിമയോടാണ് അവിടുന്ന് സമ്മതം ചോദിക്കുന്നത്. ഈ വീടിന്റെ ഉള്ളിലേക്ക് ഞാനൊന്ന് കയറട്ടെയോ എന്നവിടുന്ന് ഇതാ സമ്മതം ചോദിക്കുമ്പോ മഹദിയോടുകൾ അവിടുന്ന് സമ്മതം കൊടുത്തു. നേരെ പോവുകയാണ് ഇതാ തങ്ങളുടെ അടുത്ത് പോയിക്കൊണ്ട് അവിടുന്ന് ഇതാ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്നെ അല്ലാഹു അയച്ചത് നിങ്ങളുടെ സമ്മതമുണ്ടോ? പണ്ടുകൊണ്ടത്തെ മഹാന്മാർക്ക് മഹദിയവർക്കൊക്കെ അവിടുന്ന് അല്ലാഹുവിന്റെ പരീക്ഷണം അവിടുന്ന് നേരിട്ടവരാണ് അവർ. മാത്രമല്ല ഹബീബായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് ഇതാ രോഗശമനത്തിൽ പോലും അവിടുന്ന് കിടക്കുമ്പോ അവിടുന്ന് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് അവിടുന്ന് ഇതാ സമ്മതം ചോദിച്ചിട്ടാണ് അവിടുന്ന് കിടക്കുന്നത്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുന്ന് ഇതാ സമ്മതം കൊടുത്തു. ഫാത്തിമയോടാണ് അവിടുന്ന് സമ്മതം ചോദിക്കുന്നത്. ഈ വീടിന്റെ ഉള്ളിലേക്ക് ഞാനൊന്ന് കയറട്ടെയോ എന്നവിടുന്ന് ഇതാ സമ്മതം ചോദിക്കുമ്പോ മഹദിയോടുകൾ അവിടുന്ന് സമ്മതം കൊടുത്തു. നേരെ പോവുകയാണ് ഇതാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് പോയിക്കൊണ്ട് അവിടുന്ന് ഇതാ പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്നെ അല്ലാഹു അയച്ചത് നിങ്ങളുടെ സമ്മതമുണ്ടോ? നിങ്ങളുടെ റൂഹിനെ ഞാൻ പിടിച്ചോളാം, നിങ്ങളുടെ സമ്മതമില്ലെങ്കിൽ ഞാനിതാ മടങ്ങിപ്പോയി പോകാമെന്ന് മലക്കുൽ മൗത്ത് അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറയുകയാണ്, ഇത്ര സമയം ഞാൻ വല്ലാത്ത രോഗത്തിലായിരുന്നു, എന്റെ മരണത്തിന്റെ വേദന എന്തായിരിക്കും അവിടുന്ന് ചിന്തിക്കുകയാണ്. മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വന്ന മലക്കിനോട് മലക്കുൽ മൗത്ത് അസ്റായീലിനോട് അവിടുന്ന് പറയുകയാണ്, ഇത്രയും ദിവസം ഞാൻ അസുഖത്തിലാണ്, ഇനിയെങ്കിലും എന്റെ റൂഹിനെ പതുക്കെ വിളിച്ചോളൂ. അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ, അവിടുന്ന് ആ റൂഹിനെ പിടിക്കാൻ തുടങ്ങുമ്പോ അവിടുന്ന് പറയുകയാണ്, ഞങ്ങളുടെ നേതാവ്, ഞങ്ങൾ സ്നേഹിക്കുന്ന നേതാവ് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇന്നലിൽ മൗത്ത് സഖറാത്ത്, മരണത്തിന്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. യാ ഉമ്മത്തി, എന്റെ മക്ക, എന്റെ മദീന എന്നല്ല അവിടുന്ന് വിളിച്ചത്. യാ ഉമ്മത്തി, യാ ഉമ്മത്തി, ഇന്നലിൽ മൗത്ത് സഖറാത്ത്, മരണത്തിന്റെ വേദന അവിടുന്ന് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ റമദാൻ മാസം എന്നുള്ളതുണ്ടല്ലോ, അവിടുന്ന് ഇതാ ശൈത്താനിനെ അവിടുന്ന് കെട്ടിടുകയാണ്. ശൈത്താനിനെ അവിടുന്ന് ഇതാ കെട്ടിടുകയാണ്. അവിടുന്ന് ഇതാ കെട്ടിട്ടു കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ ഈ റമദാൻ മാസത്തില് നല്ല നല്ല കാര്യങ്ങൾ ഞങ്ങൾ അവിടുന്ന് ചെയ്യണേ. അല്ലാഹുവിനെ ഞങ്ങൾ ഓർക്കണേ. അല്ലാഹുവിനെ ഞങ്ങൾ ഭയപ്പെടണേ. ഞങ്ങൾ ധാരാളം ഞങ്ങൾ സ്വലാത്ത് ചൊല്ലിക്കോ, ധാരാളം ഞങ്ങൾ അമലുകളെടുത്തോ, എന്നാൽ ഞങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കോ? തീർച്ചയായിട്ടും അവിടുന്ന് പോവുക തന്നെ ചെയ്യോ. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരാൾ വന്നുകൊണ്ട് അവിടുന്ന് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് നന്നാവണമെന്നൊരു ആഗ്രഹമുണ്ട് നബിയേ, അതിനുള്ള ഒരു വഴി എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം റസൂലേ. എന്നവിടെ
കാര്യങ്ങൾ എവിടുന്ന് നിങ്ങൾ ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾ ആഖിറത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുക. നല്ല കാര്യങ്ങൾ നിങ്ങൾ ദുനിയാവിന് വേണ്ടിയല്ല, അല്ലാഹുവിന് വേണ്ടി, ആഖിറത്തിന് വേണ്ടി, മഹ്ശർക്ക് വേണ്ടി നിങ്ങൾ ചെയ്യുക. സ്വർഗ്ഗത്തിന് വേണ്ടിയായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ട് ഖിബലക്ക് നേരെ മുന്നിട്ടുകൊണ്ട് റബ്ബേ ഞങ്ങളെ നീ മരിപ്പിക്കണം അല്ലാഹ് ഞാൻ നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞങ്ങൾ റമളാൻ മാസത്തിൽ 5 വക്ത് നിസ്കാരത്തിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവാണ് എല്ലാവർക്കും അവിടുന്ന് കരുണ ചെയ്യുന്നവൻ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണേ എന്ന് അവിടുന്ന് ഞങ്ങൾ 5 വക്ത് നിസ്കാരത്തിൽ എല്ലാ റമളാനിൽ ഞങ്ങളുടെ ദുആ അവിടുന്ന് വർദ്ധിപ്പിക്കുകയാണ്. ധാരാളം അത് നിങ്ങൾ വർദ്ധിപ്പിച്ചോളൂ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ദുആ അല്ലാഹു തആല തട്ടിക്കളയൂല എന്നൊരു ബോധം ഞങ്ങൾക്ക് വേണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒരുമിച്ച് കൂടിയ എല്ലാവരുടെയും മുറാദുകളൊക്കെ ഹാസിലാക്കണം. اللهم اجعلنا من التوابين واجعلنا من المتطهرين واجعلنا من عبادك الصالحين ربنا ارحمهما كما ربونا صغيرا يا ارحم الراحمين يا رب. ഞങ്ങൾ ഇതുവരെ ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ നീ സ്വീകരിക്കണം. അല്ലാഹുവേ ഞങ്ങൾ ഉയർത്തിപ്പിടിച്ച കൈനെ നീ തട്ടി ദൂരത്താക്കല്ല റബ്ബേ. അല്ലാഹുവേ എത്രയോ ആൾക്കാർ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബേ. അല്ലാഹുവേ എല്ലാവരുടെയും ഹലാലായ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണം. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. اوصيكم بالدعاء. السلام عليكم ورحمه الله.